പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അങ്ങോട് ചെയ്ത വചനങ്ങള്, അങ്ങോട് ചെയ്ത ഉടമ്പടി പാലിച്ചുകൊണ്ട് ഏലിയാവിനെ പോലെ തീഷ്ണത ജ്വലിക്കുവാൻ എന്നെ ഉപരി അഭിഷേകം നൽകണമേ. വിശുദ്ധ പരമദൈവകാരുണ്യത്തിന് നമ്മളൊരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കള് വിശ്വാസത്തിലും പ്രത്യാശയും ദൈവസ്നേഹത്തിനും ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ട് നിൽക്കണം. ഓരോ രോഗങ്ങള്, ഓരോ ജീവിത തടസ്സങ്ങൾ, ദുരിതങ്ങള് കർത്താവ് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥരെ എടുത്തു മാറുന്ന സമയമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ, അങ്ങയുടെ തിരുമുറവാഴ്ന്ന വലതുകര, അനുഗ്രഹത്തിന് വലതുകര, പരിശുദ്ധ അമ്മ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തില് ഓരോ മകൻ്റെ മേലും വിക്രമെന്ന് പ്രാർത്ഥിക്കുന്ന, ഓരോ മകളുടെ മേലും വിക്രമെന്ന് പ്രാർത്ഥിക്കുന്ന ഗർഭിണികളെ ആശീർവദിക്കണമേ. മക്കളില്ലാത്തവരെ ആശീർവദിക്കണമേ. മാർഗരോഗികളെ ആശീർവദിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്വർഗം തുറക്കണമേ. എലിയാവിൻ്റെ പ്രാർത്ഥനയെ പ്രസാദിച്ചുകൊണ്ട് സ്വർഗം തുറന്നുകൊണ്ട് കർത്താവ് മഴ പെയ്ച്ചതുപോലെ അനുഗ്രഹത്തിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ മഴ, മാതാവിൻ്റെ പ്രത്യക്ഷ ഗണത്തിൻ്റെ വാഗ്ദാനമായ അനുഗ്രഹത്തിൻ്റെ മഴ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും അങ്ങ് കർത്താവെ ആഞ്ഞു വീശണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൊടിയക്കാറ്റടിക്കണമേ. ആത്മക്കാറ്റാൽ അങ്ങയുടെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന 105 സ്തുതിയുടെ ഹല്ലേലൂയ സങ്കീർത്തനം. 105 സങ്കീർത്തനം 9 തിരുവചനം. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനം തന്നെയാണ്. ഉടമ്പടി ചെയ്യണത് എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാനാണ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ബേസിക് വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ, ഇൻ്റർവ്യൂവിനായാലും ശരി, കോടതിയിലായാലും ശരി, ഐ വിൽ കം വിത്ത് യു. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, തൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കണം, മറ്റുള്ള വ്യക്തികളെക്കാൾ വ്യത്യസ്തമായിരിക്കും. അതാണ് മോസസ് പറയണത്. മോസസ് എന്താ പറഞ്ഞത്? 33:16 വായിച്ച്. പുറപ്പാട് അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ ദൈവ സാന്നിധ്യം പിന്നെ നീണ്ട സാന്നിധ്യമായിട്ട് മാറുമ്പോഴാണ് ഈ സഞ്ചാര സാന്നിധ്യം വരണത്. ഉടമ്പടിയുടെ ഏറ്റവും ഫൂഡ്സ് എന്താണ്? സഞ്ചാര സാന്നിധ്യമാണ്. സാന്നിധ്യം തന്നെ നീണ്ടു വരും, കൂടെ വരും. അപ്പോഴാണ് സഞ്ചാര സാന്നിധ്യം വേണ്ടത്. സഞ്ചാര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മഴവില്ല്, സുഗന്ധാഭിഷേകം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ദൈവാനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. സ്വപ്നം, ദർശനം, അതെല്ലാം സഞ്ചാര സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ദൈവം. ഇതിന് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്തിയെന്ന് പറയും. ഏറ്റവും വലിയ എൻ്റെ ഒരു ത്രെട്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർഷൻ സംഭവിക്കേണ്ടത്?
മനസാന്തരപ്പെടുകണ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും പാവം പറഞ്ഞിട്ട് കുമ്പസാരിക്കണതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയണത് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിട്ട് ഇങ്ങനെ മാറണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 സത്സജാരിമാവേ കൃപയുടെ കൂടാരമേ വാഗ്ദാനമേടണമേ കൃപാസനത്തിൻ്റെ അമ്മേ സത്സജാരിമാവേ കൃപയുടെ കൂടാരമേ വാഗ്ദാനമേടണമേ കൃപാസനത്തിൻ്റെ അമ്മേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ അപ്പോസ്തല പ്രവർത്തനം 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പ്രോബ്ലം. ഇതാണ് പ്രോബ്ലം. അയാൾ തോന്നിയവാസിയായി ഈ ദാവീദ് എന്ന് പറഞ്ഞെങ്കിൽ ദാവീദിൻ്റെ ബയോഡേറ്റ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അയാൾ ഈശോയുടെ മനസ്സിന് ഇണങ്ങിയ ആളാണ്. ഇതിന് ആധ്യാത്മികതയുടെ ഒരു ബേസിക്കാണ് ഈ സാധനം. നമ്മുടെ പ്രശ്നം നമ്മുടെ അവസ്ഥയല്ല, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങുമോ എന്നുള്ളതാണ്. അബദ്ധങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി. അപ്പോഴും പുള്ളി കണ്ണീരണിഞ്ഞു നിന്നിട്ട് പറഞ്ഞതും അബദ്ധം പറ്റി, പക്ഷേ ഇതിൻ്റെ പേരിൽ നിൻ്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. കാര്യം നിൻ്റെ പരിപാവനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അപ്പം ആ പ്രാർത്ഥന മാത്രം മതിയല്ല ഒരു മനുഷ്യരാശി പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി. ആ പറഞ്ഞ വാക്ക് ചങ്ക് പറഞ്ഞ് പറയണതാണ്. അത് തകർന്ന ഹൃദയം കർത്താവ് നിരസിക്കുകയില്ല. തകർന്നാണ് ഇരിക്കണത്. തകർന്നവൻ്റെ പ്രാർത്ഥനയാണത്. എന്താ പറയണത്? അബദ്ധം പറ്റി, പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്, നിൻ്റെ പരിപാവനെ എടുത്ത് കളയരുത്. കാര്യം അബദ്ധം പറ്റി, പക്ഷെ അതിനേക്കാൾ വലുതായി ഞാൻ കരുതണത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിന് വേണ്ടി അനുദപിക്കുന്ന ഒരാളാണ് ദാവീദ്. അതാണ് നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കുക. അപ്പം അനുതാപവും സാന്നിധ്യവും തമ്മിലാണ് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഫോർ വാട്ട് വി ഷുഡ് റിപ്പന്റ് ഫോർ ദി പ്രസൻസ് ഓഫ് ഗോഡ്. എന്തിനു നീ അനുദപിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഞാൻ അനുദപിക്കേണ്ടത്. ഈ സാന്നിധ്യം നൗ ആൻഡ് ദെൻ അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഫ്രീക്വന്റ് പ്രോസസ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മോശസ് പറയും, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്തോ ഒരു വലിയ വായിലാണ് പറയണത്. എങ്ങാനും ഞങ്ങളുടെ കൂടെ നീ അണമറിയാത്ത സാന്നിധ്യമാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കൈയടിച്ചിട്ട് ശ്രുതികളല്ലേ. അപ്പൊ ഈ അശ്വതിയുടെ ജീവിതം അവസാനം ഇവരെല്ലാവരും കൂടി യൂറോപ്പിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും, അവിടെ താമസിക്കും, നല്ലൊരു കമ്പനി മാതാവ് കൊടുക്കും, അവിടെ ജീവിക്കും, ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കും, കുഞ്ഞുങ്ങളായിട്ട് അവിടെ ജീവിക്കും. പക്ഷെ 3 കൊല്ലത്തെ വിസയേ ഉള്ളൂ. 3 കൊല്ലമായപ്പോൾ കമ്പനി പൊളിഞ്ഞപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. പലരുടെ വിസയും കട്ട് ചെയ്ത് കളഞ്ഞ്. കമ്പനിയെക്കുറിച്ച് എന്തൊക്കെ മോശം റിപ്പോർട്ടുകൾ മേൽക്കടകത്തിലേക്ക് പോയി. ഇപ്പോൾ കുറേ ആൾക്കാർ പിരിച്ചുവിട്ട്. അപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. അപ്പോഴും
അശ്വതി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കണതെന്ന്. അതാണ് അനുഗ്രഹാനന്തര കാലം എന്ന് പറയുന്നത്. ഇതാണ് വ്യത്യസ്തമെന്ന് പറയണത്. മറ്റുള്ള വ്യക്തികളെക്കാൾ ഇവർ വ്യത്യസ്തമാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടി ദൈവം എനിക്ക് തന്നു, പക്ഷെ ഞാൻ അപ്പോഴും എന്താ ചെയ്തത്? ഉടമ്പടി തന്നെയാണ്. ഞാൻ പ്രൊട്ടസ്റ്റന്റ്, അവിടെ മുഴുവൻ കാത്തലിക്സ് ഇല്ല ഞാൻ പോയ സ്ഥലത്ത്, പ്രൊട്ടസ്റ്റന്റുകാരും പെന്റക്കോസ്റ്റൽസുമാണ്. ഞാൻ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നവരെ പോരെ. പ്രേക്ഷിത പ്രവർത്തനം അതായത് വ്യത്യസ്തത എന്ന് പറയണത്. ഈ 3 കൊല്ലവും ഇവർ പത്രം വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് ഇവരെല്ലാം ഫോണിൽ ഇവളെ വിളിക്കും. ഓർക്കണം, ഇവർ ഒരു നോൺ ക്രിസ്ത്യൻ ചെയ്യുന്ന കാര്യമാണ് കർത്താവിന് വേണ്ടി. അതായത് എന്നിട്ട് അവസാനം ഇവരുടെ അശ്വതി അമ്മയോട് പറയും, ഞങ്ങൾ ഈ രാജ്യത്തു നിന്ന് പോവുകയാണ്, സുവിശേഷ വേല തീരുവല്ല എന്ന് നോക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. എന്താണ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല, പക്ഷേ അങ്ങ് ഈ വിസ പുതുക്കി തന്നാലും പുതുക്കി തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പ്രേക്ഷിത വേല തുടരും. അങ്ങ് ഈ വിസ എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. അതാണ് ഇന്നലെ ഇവരുണ്ടായിരുന്ന റാലിക്ക്. അതാണ് നിലപാടുകൾ കണ്ടില്ലേ. അങ്ങ് എനിക്ക് വിസ പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും, പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ആ റാലി എൻ്റെ മക്കളും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ കൂടണമെന്ന്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യാനുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ്. ഇത് പ്രാർത്ഥിക്കടി, ഇത് പ്രാർത്ഥിച്ച അപ്പയ്ക്കും. അതാണല്ലോ പറയുന്നത്. അപ്പം അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന നാവിൽ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങ് എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കാം. അങ്ങ് എനിക്ക് ഉടമ്പടി പുതുക്കി തന്നാലും ഇല്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാൻ സന്തോഷത്തോടെ ആ റാലി കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ന്യായമായൊരു കാര്യം, എനിക്ക് സന്തോഷത്തോടെ ഇത് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയും, എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്ന്. ഇതിൽ ദൈവം വീണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത് ഈ ഒരു ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ ഇവള് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇവിടെ നിന്ന് പറയുകയെ. അതാണ് വിഷയം. നമ്മൾ ആരാധന നടത്തുമ്പോൾ ഇത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അവൾ കൂടണത്, അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടണത്. പക്ഷേ ആ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഇവിടെ ഈശോ എൻ്റെ മനസ്സ് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. എന്താണ്? കർത്താവ് ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോടുകൂടി അവളെ കണ്ണ് നിറഞ്ഞു പോയി. കർത്താവ് എന്നെ കണ്ടല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ എന്ന്. അതാണ് വിഷയം. കർത്താവ് ഇങ്ങനെയാണ് മക്കളെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും കേൾക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണില്ല കേൾക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ജീവിതം ജീവിച്ചിട്ടാണ് നമ്മൾ പണി അളന്ന് മേടിക്കണത്. സത്യസന്ധമായിരിക്കണം ദൈവത്തിരുസന്നിധിയിൽ. കണ്ട, ഇംഗ്ലണ്ടിൽ വെച്ച് അവൾ രാത്രി പ്രാർത്ഥിച്ചത് പകൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഉടമ്പടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്നും പറഞ്ഞൊരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ. ആ സെക്കൻഡ് തീരുമാനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിക്കുകയോളാം. കമ്പനി വിളിച്ചും പറഞ്ഞും നിൻ്റെ വിസ പുതുക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇവളോട് പറയും, ഇത് നിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല, ഇത് നിൻ്റെ കൃപാസനം അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് പറയും. കാര്യം അവൾ കൃപാസനത്തിൻ്റെ അവൾ പറയണത്, ഞാൻ എൻ്റെ ഉടമ്പടി കാശരം കുളിക്കണ സമയത്ത് പോലും കഴുത്തേന്ന് ഉരത്തില്ലെന്ന് പറയും. അങ്ങനെ അവരുടെ ഉടമ്പടി ജീവിക്കണത്. അവൾ വിട്ട കാശ് രൂപം
അന്നിട്ട കാശുരം ഇന്ന് വരെ ശരീരത്തിൽ കുളിക്കണ സമയത്ത് പോലും മാറ്റിയിട്ടില്ല. ഓരോ വിഷയങ്ങളും. അപ്പം ഇത് വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ് ശരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത. എൻ്റെ മക്കളെ ഏത് കാലാവസ്ഥയിലും, കാലാവസ്ഥ ഭേദമായ അതിൻ്റെ പേരിൽ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് തിമോത്തി ഇല്ലേ, 2 തിമോത്തി എടുത്തേ, 2 തിമോത്തി 4:2 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. തിമോത്തിയോസ് 4:2. 2 തിമോത്തി 4:2. വചനം പ്രസംഗിക്കുക. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചില സമയത്ത് സാഹചര്യം അനുകൂലമായിരിക്കത്തില്ല, പക്ഷെ അപ്പോഴും സുവിശേഷ ജാഗ്രത ഉണ്ടാകണം നമുക്ക്. അതാണ് അവൾ പറയണത്, എനിക്ക് ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി തന്നെ ജീവിക്കും. അതാണ് സാഹചര്യം മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സുവിശേഷ വില മാറ്റത്തില്ല. അതാണ് അനുഗ്രഹാനന്തര കാലഘട്ടത്തിലുള്ള നിലപാടെന്ന് പറയണത്. പല ആൾക്കാരും പണി മേടിക്കുന്നത് ഇവിടെയാണ്. അനുഗ്രഹം വരെ അവർ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യും, അനുഗ്രഹാനന്ത കാലത്തിൽ അവർ തനിനിറം കാണിക്കും. പക്ഷേ ഈ തനിനിറം കാണിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാവുന്നത് കൊണ്ടാണ് ഉടമ്പടി പമ്മി നിൽക്കുന്നത്. ഉടമ്പടി സ്പീഡാകുന്നതിൻ്റെ കാര്യം, നിങ്ങൾ ഈ അനുഗ്രഹാനന്ത കാലത്ത് പഴയ ആളായിട്ട് മാറും എന്നുള്ളതും അവിശ്വസ്ത കാണിക്കുമെന്നും ദൈവത്തിന് നേരത്തെ അറിയാം. അവിടെ അത് ചെക്ക് വെച്ച് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് വർഷങ്ങളായിട്ട് നടുവിന് വേദനയാണ്. ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സും മറ്റു കാര്യങ്ങളും, വാഹനങ്ങളൊക്കെ ബൈക്കൊക്കെ ഓടിക്കുന്ന സമയത്തുമൊക്കെ ഭയങ്കര നടുവിന് വേദനയുള്ള വ്യക്തിയാണ്. വന്നതിന് ശേഷം രാത്രിയിലൊക്കെ എണീറ്റിരിക്കും, നടുവിന് വേദനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടാബ്ലറ്റ് എടുക്കും, ബാമൊക്കെ പുരട്ടും, രാത്രി ഉറക്കമില്ലാതെ എണീറ്റിരുന്ന് തിരുമുക, ഇതൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം വാഹനം, കാറും ബൈക്കും എല്ലാം ഓടിക്കുന്നുണ്ട്, ഒരുപാട് സ്ട്രെസ്സുള്ള ജോലിയൊക്കെയാണ്. പക്ഷേ ഇന്ന് വരെ ഹസ്ബൻഡിന് നടുവിന് വേദന ഉണ്ടായിട്ടില്ല. നടുവിന് വേദനയുടെ പേരും പറഞ്ഞ് ഒരു മരുന്ന് കഴിക്കുകയോ ബാം പുരട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതും എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എനിക്കത് സാധിച്ചു തന്നു. പിന്നെ എൻ്റെ സഹോദരിക്ക് കിട്ടിയ ഒരു സൗഖ്യമാണ്. എൻ്റെ അച്ഛൻ്റെ സഹോദരിക്ക് ക്യാൻസറായിരുന്നു. അപ്പം ആ ക്യാൻസർ ബ്ലഡിൽ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ, കീമോ എല്ലാം കഴിഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് അപ്പച്ചിയുടെ മോളോട് പറഞ്ഞു, ചേച്ചി എന്നോട് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ റിസ്ക്കാണ്, പ്രതീക്ഷിക്കാൻ എന്ത് വേണേലും സംഭവിക്കാം, ഞങ്ങൾ ഉറപ്പൊന്നും തരത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഏത് വേണേലും എന്ത് റിസൾട്ടാണേലും പ്രതീക്ഷിച്ചോണം, ആളെ കിട്ടുമെന്ന് ഉറപ്പില്ല, അത്രയും റിസ്ക്, മണിക്കൂറുകൾ നീളുന്ന ഓപ്പറേഷനാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാനൊരു അമ്മയില്ലാത്ത ഒരാളാണ്, അമ്മയില്ല എനിക്ക്, എൻ്റെ അമ്മ മരിച്ചിട്ട് 6 വർഷമായി. അപ്പോൾ ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാൻ പറഞ്ഞു ഒന്നും വരില്ല, നീ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഉപവാസം എടുത്തു. അപ്പച്ചീനെ ഓപ്പറേഷൻ കേട്ടുന്ന സമയം മുതൽ ഞാൻ ഉപവാസം എടുത്തിരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കോ അമ്മയില്ല, അപ്പോൾ അവൾക്കെങ്കിലും നീ അമ്മയെ തിരിച്ചു കൊടുക്കണം. ഒരു അമ്മയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ അനുഭവിച്ചറിയുന്നവളാണ്. അപ്പോൾ നീ അവൾക്ക് അമ്മയെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു, ഞാൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, ഞാൻ എണീറ്റു. ഉടനെ 1 മണിയായപ്പോൾ ഞാൻ എണീറ്റു. 1:10 അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, അപ്പച്ചിയെ കണ്ടു, പാതി മയക്കത്തിലാണ്, ഒരു കുഴപ്പവും ഇല്ല, 15 ദിവസം കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ അപ്പച്ചീനെ 5-ാം പക്കം വീട്ടിലെത്തി, ഒരു കുഴപ്പമില്ല. അവൾ വിളിച്ചപ്പോൾ പറയുക, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വേദനയുണ്ടാകും, കുളിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ വേദനയുണ്ടാകും, എന്താണെന്നറിയില്ല, അമ്മയ്ക്ക് ഒരു വേദനയും ഇല്ല, അമ്മ കുളിക്കുമ്പോഴും ഒരു നീറ്റൽ പോലും ഇല്ല,
ഒരു വേദനയോ ഒന്നുമില്ല ചേച്ചി, എല്ലാം തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞു. ഞാൻ അവളോട് പറഞ്ഞില്ല, അവർക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുപവാസമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഞാൻ എടുത്തു. കാരണം ഒരമ്മയുടെ വില എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ട് ഞാൻ അതൊരു പ്രാർത്ഥനയായിട്ട് അമ്മയോട് അപേക്ഷിച്ചു. അമ്മ എനിക്കതിന് മറുപടിയും തന്നു. അങ്ങനെ അതും എൻ്റെ അമ്മ മാതാവ് ഈ ശോഭയിലൂടെ എനിക്ക് നേടിത്തന്ന അനുഗ്രഹമാണ്. അതിനും 1000 നന്ദി ഞാൻ അമ്മയോടും ഈ ശോഭയോടും പറയുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് വൃദ്ധസദനങ്ങളിൽ പ്രായമായുള്ള അമ്മച്ചിമാരെയൊക്കെ മഹാത്മജ ഓർഫനേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി ഫുഡിനുള്ള പേയ്മെൻ്റ് എല്ലാം ചെയ്യും. ഫുഡെല്ലാം അറേഞ്ച് ചെയ്യും. പിന്നെ ഇൻഫൻറ്റ് ജീസസ് ഓർഫനേജ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു അനാഥ മക്കളെയൊക്കെ പാർപ്പിക്കുന്നവരിടമുണ്ട്.